നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. എപ്പിസോഡിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ ഒനീൽ സാബുവിന്റെ ആ കരച്ചിൽ. സത്യം ഞാൻ ലൈവിൽ അത് കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ എപ്പിസോഡിലാണ് ആ ഒരു കരച്ചിൽ കണ്ടത്. കണ്ടപ്പോൾ അതിന്റെ ആ ഒരു വിഷയത്തിന്റെ ഇന്റൻസിറ്റി എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാകുന്നു. അതുപോലെ എന്റെ ഊഹം ശരിയാണെങ്കിൽ നാളെ നടക്കാൻ പോകുന്നത് ഒരു ഡയറക്റ്റ് വിഷൻ ആയിരിക്കും. എനിക്ക് തോന്നുന്നു വേദലക്ഷ്മിയെ പുറത്താക്കാനുള്ള എല്ലാ കാരണങ്ങളും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. കാരണം ഇനി അനുമോളിന്റെ കേസ് പറയുകയാണെങ്കിൽ അനുമോൾ അങ്ങനെ ഒരു കുറ്റം ആരോപിച്ചപ്പോൾ അവിടെ ഒരിക്കലും ഈ പറയുന്ന ജിസൈലിന് അവിടെ ഒരു പരാതിയോ കാര്യങ്ങളൊന്നുമില്ല. ജിസൈൽ അതിനെ ക്ലാരിഫൈ ചെയ്യണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ജിസൈൽ ചെന്ന് ഈ പറയുന്ന കൺഫഷൻ റൂമിൽ പോയി കരഞ്ഞു മെഴുകിയിട്ടില്ല. കാരണം എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ 100 വട്ടം പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒനീൽ കൺഫഷൻ റൂമിൽ വന്ന് പൊട്ടിക്കരയുന്ന നമ്മൾ കണ്ടു. അതായത് എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമിച്ചിരിക്കുന്നതാവും, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ അത്രയും ഇതിനൊരു ക്ലാരിറ്റി വരുത്തണം, ഇതിനൊരു ക്ലാരിഫിക്കേഷനും കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഒനീല് ആദ്യമായിട്ടാണ് നമ്മൾ ഒനീൽ ഇരുന്ന് കരയുന്നത് കേട്ടോ, അല്ലേ? ഇപ്പൊ ഒരു കുറ്റവും ചെയ്യാതെ ഒരു മനുഷ്യന് നമ്മൾ വ്യക്തമായിട്ടുള്ള നമ്മുടെ പ്രൂഫ് കണ്ടു. എന്താണ് സംഭവിച്ചത്, ഒനീൽ എന്തുകൊണ്ടാണ് ഈ മസ്താനിയെ കയറി പിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നതൊക്കെ നമ്മൾ വ്യക്തമായി കണ്ട് വിഷ്വൽ പ്രൂഫ് ഇരിക്കുമ്പോൾ അയാൾ 100% നിരപരാധിയാണ് എന്നിരിക്കെ ഇതുപോലെ പുള്ളി എന്ത് ചെയ്ത് എല്ലാവരും മുന്നിൽ വിളിച്ചു നിർത്തി ഇതുപോലെ ആക്ഷേപിച്ചതിന് ഇതിനപ്പുറം ഇതിൽ കുറഞ്ഞ മറ്റൊരു ശിക്ഷ കൊടുക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ സീസൺ 3 എനിക്ക് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഡേഞ്ചർ പിന്നീട് ഫിറോസിനെയൊക്കെ പുറത്താക്കിയത്. ഓർമ്മയുണ്ടല്ലോ, ഇതുപോലുള്ള ഒരു അലിഗേഷൻ നടത്തുകയും ആ അലിഗേഷൻ നേരിട്ട വ്യക്തി എന്ത് ചെയ്തു, ആ നേരിട്ട വ്യക്തി വന്നു പരാതി പറഞ്ഞു, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്, അതെനിക്ക് പറ്റത്തില്ല, അതെന്റെ ഭാവിയെ പിന്നീട് ബാധിക്കുന്നത്, വളരെ പുറത്ത് നീ ഇതല്ലടി അങ്ങനെ എന്തോന്ന് ചോദിച്ചത്. അപ്പൊ അതുപോലെ ഇവിടെ അവർക്ക് പോലും അല്ല സംഭവിച്ചത്, അവർക്ക് പോലും സംഭവിക്കാത്ത ഒരു കേസ്, അവര് കണ്ണുകൊണ്ട് കാണാത്ത ഒരു കേസ്, അവര് കാതുകൊണ്ട് കേൾക്കാത്ത ഒരു കേസ്, മറ്റൊരാൾ വന്ന് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അത് സത്യമാണോ എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായി എന്ന് പറയുകയും, അത് പറയുക മാത്രമല്ല എന്ത് ചെയ്തു, ഇത് പുറത്തു പോകരുത് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി മൈക്ക് വരെ മാറ്റിയിട്ട് വളരെ സ്വകാര്യമായിട്ട് അവരുടെ അടുത്ത് പോയി അതിനൊരു സൊല്യൂഷൻ, അതിനൊരു അഭിപ്രായം ചോദിക്കാൻ സമയത്ത് അതിനെ ഒരു കണ്ടന്റ് ആക്കി എടുക്കുകയും അവിടെ എല്ലാവരും വിളിച്ചു വളർത്തി വളരെ വൃത്തികെട്ട രീതി, വളരെ അർഗന്റായിട്ട് ഇവനെ വിളിച്ചിട്ട് നീ മൈക്കറ എല്ലാരും കേൾക്കട്ടെ എന്നുള്ള രീതിയിൽ ചേതോവധം ചെയ്ത ഈ പറയുന്ന വേദലക്ഷ്മിക്ക് എവിക്ഷനിൽ കുറഞ്ഞ മറ്റൊരു ശിക്ഷ കൊടുക്കരുത് എന്നുള്ളതാണ് എന്റെ വാദം. അതുമല്ല, വേദലക്ഷ്മി ഇത് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന LGBTQ കമ്മ്യൂണിറ്റി അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും ഈ ലെസ്ബിയൻ കപ്പിൾസ് ആയ ആദിലയ്ക്കും നൂറയ്ക്കും എഗെയിൻസ്റ്റ് ആയിട്ട് വളരെ വളരെ വലിയൊരു അലിഗേഷനാണ് ചെന്നിരിക്കുന്നത്. അതും LGBTQ കമ്മ്യൂണിറ്റിയിലുള്ളവർ അവിടെ ഒരു പരാതിയായിട്ട് പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പരാതിയായിട്ട് പോയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ നാളെ വേദലക്ഷ്മിയുടെ ഒരു ഡയറക്റ്റ് എവിക്ഷനുള്ള ഒരു ചാൻസ് വളരെ വളരെ കൂടുതലായിട്ട് ഞാൻ കാണുന്നു. അതൊരു റെഡ് കാർഡ് കൊടുത്ത് സ്പോട്ടിൽ തന്നെ എവിക്റ്റ് ചെയ്ത് കളയാനുള്ള ഒരു വലിയ കുറ്റകരമാണ് ചെയ്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കും. കാരണം ഒരു ബന്ധവും കൂടി ഇല്ലാത്ത, അവർ കണ്ടിട്ട് പോലും ഇല്ല, കണ്ട ഒരു കേസാണെങ്കിൽ അവർക്ക് വളരെ താരാണ് അനുഭവിച്ചത് എന്നുണ്ടെങ്കിൽ അതും പറയാം. ഇത് അങ്ങനെയല്ല, മറ്റൊരാൾ വന്നു ഇങ്ങനെ ഒരു സംശയം പറയുന്നു, അത് പുറത്തു വിടരുത് എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞിട്ട് പോലും അതിനെ ഒരു കണ്ടന്റ് ആക്കുകയും ഇവിടെ വന്ന് ഒനീൽ സാബുവിനെ എല്ലാവരുടെയും ഫ്രണ്ടിൽ വിളിച്ചു നിർത്തി ഒരു പെണ്ണ് പിടിയനാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീലംബടനാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും കൂടി ചെയ്തു. അവിടെ ഒനീലിനെ വ്യക്തമായി എന്ത് ചെയ്യണം, അതിൽ പരാതി ഉണ്ടെന്ന് മാത്രമേ പുള്ളി പൊട്ടിക്കരയുകയും കൂടി ചെയ്തു. ഈ പറയുന്ന ബിഗ് ബോസിന്റെ വീട്ടിൽ വന്ന് നമ്മള് ഒരു ഷോയിലേക്ക് വരികയാണ്, അല്ലെ? ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിന് എന്നെ ഇങ്ങനെ ഒരു സ്ത്രീ വന്ന് വിളിച്ച് ഇങ്ങനെ പലരും മുമ്പ് വെച്ച് ഞാൻ തന്നെ കയറി പിടിച്ചു, നീ മറ്റവനാണ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടല്ലേ, അവർക്ക് ഉണ്ടാകുന്ന ഒരു വേദനയുണ്ട്. ആ വേദന ആർക്കുണ്ട്? ഒനീലുണ്ട്. പക്ഷെ അവിടെ അന്ന് ആ വേദന ആർക്കില്ലായിരുന്നു? ഈ പറഞ്ഞ ജിസൈലില്ലായിരുന്നു. ജിസൈൽ അതിന് പറയാനുള്ള ചങ്കൂറ്റം ഇല്ലായിരുന്നു. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ വീണ്ടും വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട് തന്നെ ഒനീലിന് വളരെ ശക്തമായ ഒരു പരാതി ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ ക്ലാരിറ്റി ചെയ്യണം എന്ന് ഒനീൽ പറഞ്ഞത് കൊണ്ട് തന്നെ ഇത് ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്തു. ഒനീൽ കരയുന്നതും ഇവളെ വിളിച്ചു പറയുന്നതും ഒനീൽ കൺഫഷൻ റൂമിൽ പോയി കിടന്ന് തേങ്ങിക്കരയുന്നതും ഇതിന് എനിക്കൊരു സൊല്യൂഷൻ, എനിക്കൊരു നീതി വാങ്ങി തരണം എന്നൊക്കെ പറഞ്ഞതൊക്കെ ടെലികാസ്റ്റ് ചെയ്തു.
അതുകൊണ്ട് തന്നെ ഇത് നാളെ ഇവളുടെ ഡയറക്റ്റ് എവിക്ഷൻ ആവാം ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? അതുമല്ലെങ്കിൽ ഇവളെ ഒരാഴ്ചത്തേക്ക് ജയിലിലെങ്കിലും ഇടണം. മനസ്സിലായോ? ജയിലിലല്ല, ഇതിന് എവിക്ഷൻ അല്ല. കാരണം സീസൺ 3 അത്രയും ഒരു ചെറിയൊരു കേസിന് വരെ എവിക്ട് ചെയ്യുന്ന അത്രയും കുറച്ച് വലിയൊരു അലിഗേഷൻ ആണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനൊരു തക്കതായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ നാളെ വീണ്ടും വീണ്ടും ഇവർ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നാളെ ഈ പറയുന്ന വേദലക്ഷ്മി എന്ന പാഴ് എന്ന വിഷം നാളെ പുറത്താകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ അടുത്ത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ജിസേൽ മാമിയെ ജയിലിൽ വിട്ടതാണ്. ജിസേൽ മാമിയെ ജയിലിൽ വിട്ടത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? നമ്മുടെ പപ്പുമോന് അത് ഇഷ്ടപ്പെട്ട പപ്പുമോൻ അവിടെ കിടന്ന് പിന്നെ ഉറഞ്ഞു തുള്ളുന്നുണ്ട്. എന്റെ മാമിയെ നിങ്ങളെല്ലാം കൂടി എന്നിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പോയി എന്നുള്ള രീതിയിൽ കുരു പൊട്ടി അവിടെ ഇരുന്ന് എന്തൊക്കെ കിടന്ന് പുലമ്പുന്നുണ്ട്. അവിടെ അക്ബർ ഉൾപ്പെടെയുള്ളവർ തനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തു എന്ന്, ഈ താങ്കൾക്ക് 8 വോട്ടുണ്ട്, താങ്കൾ ജയിലിൽ പോകാൻ 8 വോട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് കരയുന്നതിന്റെ വക്കിലെത്തി. ഇത് കരയുന്നതിന്റെ വക്കിലെത്താനുള്ള ഒരു കാരണം ആദ്യത്തെ ജയിലിൽ കിട്ടിയ 8ന്റെ പണി, രണ്ടാമത് ഞാനെല്ലാം വശീകരിച്ച് വെച്ചിരുന്ന, ഞാൻ തേനും പാലും ഒക്കെ കൊടുത്ത് എന്റെ കൈപ്പടയിൽ ഒതുക്കിയിരുന്ന ആൺജനങ്ങൾ, പെണ്ണുങ്ങൾക്ക് അവൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ടിട്ടതിൽ അവൾക്ക് ഒരു പരാതിയുമില്ല. അവൾക്കവിടെ പരാതി ആൺജനങ്ങൾ, പുരുഷ ജനങ്ങൾ അവൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഈ ജിസേലിന്റെ ഒരു ഗെയിം പ്ലാൻ എന്ന് വെച്ചാൽ അവിടെയുള്ള പുരുഷന്മാരെ തന്റെ വശത്തേക്ക്, തന്റെ സൗന്ദര്യം, അവൾക്ക് എന്തോ സൗന്ദര്യം എന്നാണ് അവിടെയുള്ള ആണുങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നമുക്കൊരു സൗന്ദര്യം തോന്നുന്നില്ല കണ്ടു കഴിഞ്ഞാൽ, മനസ്സിലായല്ലേ? ഒരു സൗന്ദര്യം തോന്നുന്നില്ല. പക്ഷെ അവിടെയുള്ള ആണുങ്ങളെ എന്തോ പൊടിയിറങ്ങി, മായപ്പൊടി ഇറങ്ങി അവരുടെ വശത്താക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇന്നത്തെ എനിക്ക് തോന്നുന്നത് ക്യാപ്റ്റൻസി നോമിനേഷനിൽ നമ്മുടെ ജിഷിനെ വളരെ പൊക്കി, വളരെ ഹാർട്ടാണ്, പിന്നീട് നല്ല മനസ്സുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് ജിഷിനെ ഇന്ന് പൊക്കി അടിക്കുന്നുണ്ട്. അതിന്റെ പ്രതിഫലനം ജിഷിൻ ഇന്ന് ഈ പറഞ്ഞ എന്താണ് പിന്നീട് നമ്മുടെ ജയിൽ നോമിനേഷനിൽ ജിഷിൻ ആരെ പേര് പറഞ്ഞില്ല, ജിസേലിന്റെ പേര് പറഞ്ഞ, ജിസേലിനെ പറ്റി കുറ്റം പറഞ്ഞതാണ്. ഇന്നലെ രാത്രി ഈ പറയുന്ന സ്മോക്കിംഗ് ഏരിയയിൽ ഇരുന്ന് ജിസേൽ കള്ളിയാണ്, അവള് എന്റെ പേരും പറഞ്ഞ് 5 ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എനിക്ക് ഒന്നേ തന്നോളൂ, ബാക്കി 4 ആലു പൊറോട്ട അവള് തിന്നു, അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ ജിഷിൻ ഇവിടെ ജയിൽ നോമിനേഷൻ അവളെ പേര് പറഞ്ഞു. അതിന് കാരണം തൊട്ട് മുമ്പേ എന്ത് ചെയ്തു, ഇവള് പൊക്കിയടിച്ചു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജിസേലിന്റെ ഇതുപോലുള്ള പഞ്ചാര വാക്കുകളും മയങ്ങി അവളുടെ പാവാടയായി നടക്കുന്ന കുറെ ആണുങ്ങളാണ് അവിടെ ഉള്ളത്. അതിലിപ്പോഴും ജിഷിനും പെട്ടുപോയോ എന്ന് എനിക്കൊരു സംശയം ഓൾറെഡി ഉണ്ട്. ഇന്നത്തെ കേസിൽ പെട്ടു, ഇനി അങ്ങോട്ട് എങ്ങനെയെന്ന് അറിയത്തില്ല. അപ്പൊ അക്ബർ ഒക്കെ തന്റെ ചൊൽപ്പടിക്ക് നിന്നിരുന്ന അക്ബർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ജിസേലിന്റെ ഗെയിം എല്ലാം പൊളിയുന്നു. അവിടെ പിന്നെ കരഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ തന്നെയാണ്, പൊട്ടിക്കരയുകയായിരുന്നു. പിന്നെ അവിടെ വന്ന് കരച്ചിൽ കൊണ്ടുവന്ന് ഈ പറയുന്ന നമ്മുടെ അക്ബറിനെയൊക്കെ തന്റെ വശത്തേക്ക് ആക്കാൻ വേണ്ടി വീണ്ടും അവൾ വിജയിച്ചു എന്നുള്ളതാണ്. അക്ബറൊക്കെ പറയുന്നത്, പോട്ടു സോറി ചക്കരെ കരയല്ലേ, ഞാൻ അങ്ങനെയല്ല, അടുത്ത വട്ടം അവിടെ നമുക്ക് റെഡിയാക്കാം, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് അവളെ എന്ത് ചെയ്യുന്നു, അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അക്ബറും ബാക്കിയുള്ള പുരുഷനൊക്കെ മത്സരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഇവിടെ എടുത്തു പറയാനുള്ളത് റെനയും നമ്മുടെ പിന്നെ ബിന്നിയും അവരൊക്കെ കറക്റ്റ് ട്രാക്കിലായിട്ട് വന്നു. നമ്മൾ ഇതുവരെയൊക്കെയും തെറ്റിന്റെ കൂടെ ആയിരുന്നു നിന്നിരുന്നത്, നമ്മൾ ഇതുവരെ അവരുടെ ദാസിയായിരുന്നു എന്നുള്ള തിരിച്ചറിവ് അവർക്ക് വോട്ടിംഗിൽ നല്ല രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായി? ഇനി നാളെ ആരൊക്കെ പുറത്താകും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ പുറത്താകാൻ ഏറ്റവും കൂടുതൽ വോട്ട് കുറവ് അൺഒഫീഷ്യൽ പോളുകളിൽ ഈ പറയുന്ന നമ്മുടെ സാബുമേനാണ് കാണുന്നത്. സാബുമോന് നല്ല വോട്ടിന്റെ കുറവ് കാണും. അതുപോലെ തന്നെ പ്രവീണിനും എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ആര്യനൊക്കെ നല്ല വോട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ജിസേൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കും. ജിസേൽ ഇന്ന് ഈ പ്രാവശ്യം നോമിനേഷൻ ഇല്ലാത്തത് കൊണ്ട് ജിസേലിന്റെ വോട്ടും കൂടി ആര്യന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യന് കുറച്ച് വോട്ടുണ്ട് ഈ പ്രാവശ്യം. അതുകൊണ്ട് ആര്യൻ എന്തായാലും സേഫ് ആണ്. അപ്പോൾ ഇവിടെ 2 പേര് പുറത്താകാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ ഈ പറയുന്ന വേദലക്ഷ്മിക്ക് വോട്ടുണ്ട്. വേദലക്ഷ്മിയെ ഡയറക്റ്റ് എവിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രവീണോ ഈ പറയുന്ന നമ്മുടെ സാബുമോനോ ഇവർ രണ്ടിലും ആരെങ്കിലും ഒരാൾ പുറത്താകും. എന്റെ ഊഹം ശരിയാണെങ്കിൽ സാബുമേനും ഈ പറയുന്ന വേദലക്ഷ്മിയും നാളെ പുറത്താകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.